സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വിമർശനങ്ങളോട്, ആക്ഷേപങ്ങളോട് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട സമീപനങ്ങളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അത്തരത്തിൽ ഇന്ന് നമുക്കിടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു അപകടമാണ് വർഗീയമായ ചേരിതിരിവുകൾക്ക് സമൂഹത്തിൽ ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നത്. അലിഗറിലെ ക്ഷേത്രമതിലിൽ ഐ ലവ് മുഹമ്മദ് എന്നെഴുതി കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മൂന്നിലധികം ആളുകൾ, വർഗീയമായി ചിന്തിക്കുന്ന 3ലധികം ആളുകളെ അറസ്റ്റ് ചെയ്ത വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ നമ്മിലേക്ക് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ കടന്നു വന്നത്. ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ നമുക്കിടയിൽ അതുണ്ടാക്കുന്ന ഒരു പരിക്കും അത്തരം നിലപാടുകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും സഹിക്കാവുന്നതിനേക്കാളേറെ അപ്പുറമായിരിക്കുന്ന ഒരു കാലമാണ് ഇന്ന്. ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നാടുകളിൽ, ആ രാജ്യങ്ങളിലുണ്ടായ പ്രതിസന്ധികൾ എത്ര വലുതായിരുന്നുവെന്ന് അതിന്റെ സാമൂഹിക പശ്ചാത്തലങ്ങളെ കുറിച്ച് പരിശോധിക്കുന്ന ആർക്കും വ്യക്തമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വർഗീയത പറയുന്നവർ, വർഗീയ പരാമർശങ്ങൾ നടത്തുന്നവർ, പച്ചയായ വർഗീയത, വർഗീയ സംഘടന, ഇങ്ങനെ ഇത്തരം പദപ്രയോഗങ്ങൾ ഇപ്പോൾ സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. യഥാർത്ഥത്തിൽ എന്താണ് വർഗീയത എന്ന് പറയുന്നത്? മതപരമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നത് വർഗീയതയാണ് എന്ന് പൊതുബോധം സൃഷ്ടിക്കാനുള്ള ഒരു അപകടകരമായ ഒരു പ്രവർത്തനം അറിയാതെയോ നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്നുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മതപരമായ എന്റെ ചിഹ്നങ്ങളും എന്റെ ആചാരങ്ങളും അത് മതത്തിന്റെ ഭാഗമായി പൊതുവിടത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് എന്ന് നമ്മളോടൊപ്പം നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന, നമ്മളോടൊപ്പം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരോടൊപ്പം നിൽക്കുമെന്ന് വിചാരിക്കുന്നവർ പോലും ചോദിക്കുന്ന, അവരെ കൊണ്ടുപോലും അത് ചോദിപ്പിക്കുന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മതം എന്ന് പറയുന്നത് പുറത്തേക്ക് പറയാൻ കൊള്ളാത്ത എന്തോ ഒരു സംഗതിയാണ്. വിശ്വാസം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ ഒതുക്കി അവൻ ഏതെങ്കിലും ഒരു രഹസ്യ കേന്ദ്രങ്ങളിൽ അവൻ ജീവിക്കേണ്ടവനാണ്. ഇത്തരമൊരു പ്രയോഗങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം വാചകങ്ങളിൽ, ഇത്തരം ആശയങ്ങളിൽ അകപ്പെടുകയും മതവിശ്വാസികൾ പോലും ഒരു പാർശ്വവൽക്കരിക്കുക, അവർ തങ്ങളുടെ മതം എന്ന് പറയുന്നത് ഒരു മോശമാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നിടത്തേക്ക് ആളുകൾ എത്തുന്ന ഒരു സാമൂഹിക ക്രമം ഉണ്ടോ എന്നത് നാം പരിശോധിക്കേണ്ടതാണ്. പക്ഷെ പലപ്പോഴും ഈ നിർദ്ദേശങ്ങൾ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് എന്നതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള വസ്തുത. നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് വാഹനങ്ങൾ, ആ വാഹനങ്ങൾ പുറത്തേക്ക് ഇറക്കുമ്പോൾ നാരങ്ങകൾ വെച്ചുകൊണ്ടാണ്, ആ ടയറിനടിയിലൂടെ നാരങ്ങകൾ വെച്ചുകൊണ്ടാണ് അത് തുടക്കം കുറിക്കുന്നത്. നിലവിളക്കുകൾ കൊളുത്തി പൊതുപരിപാടികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ മതവിശ്വാസികൾ, സാമൂഹിക കർമ്മങ്ങളിൽ ജീവിക്കുന്നവർ, സിഖ് മതം, അതിന്റെ അനുയായികൾക്ക് അവരുടെ അവകാശങ്ങൾ പാലിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും വകവെച്ചു കൊടുക്കണമെന്ന് ശബ്ദിക്കുന്നവർ, വിമാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും അവരുടെ കൈകളിലുള്ള മതപരമായ അവകാശമായ ഒരു ചെറിയ ആയുധം പോലും കൈകളിൽ സൂക്ഷിക്കാൻ അവസരം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് മുസ്ലിങ്ങൾ അവരുടെ മതപരമായ അടയാളങ്ങളും വിശ്വാസങ്ങളും ജീവിത രീതികളും എന്തിനാണ് പൊതുസമൂഹത്തിനിടയിലേക്ക് കൊണ്ടുവന്ന് വർഗീയത വളർത്തുന്നത് എന്ന ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത്. ഇന്ത്യൻ സെക്കുലറിസവും പാശ്ചാത്യൻ സെക്കുലറിസവും ഇത് രണ്ടും
ഒന്നാണ് എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നവരും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇന്ത്യൻ സെക്കുലറിസം പാശ്ചാത്യൻ സെക്കുലറിസത്തെക്കാളും വ്യത്യസ്തമാണ്. അത് തികച്ചും വ്യത്യസ്തമാണ്. ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് അത് തനിക്ക് ശരിയെന്ന് തോന്നുന്ന മതത്തിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അത് പ്രബോധനം ചെയ്യാനും ആ വിശ്വാസമനുസരിച്ച് എവിടെയും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത്. എന്നാൽ പാശ്ചാത്യ മതേതരത്വം, പ്രത്യേകിച്ച് പുതിയ തലമുറ മനസ്സിലാക്കേണ്ട ഒന്നാണ്. എത്തിസ്റ്റുകളും എക്സ് മുസ്ലിങ്ങളും അതേപോലെ തന്നെ ഇത്തരം ആളുകളും ഒക്കെ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഇന്ത്യൻ മതേതരത്വവും പാശ്ചാത്യ മതേതരത്വവും ഒന്നാണ് എന്നത്. അല്ല, തികച്ചും വ്യത്യസ്തമാണ്. ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള മതമനുസരിച്ച് ജീവിക്കുവാനും ആ മതം പ്രബോധനം ചെയ്യുവാനും പറയുവാനും ഒക്കെ അവകാശമുള്ള അർഹതയുള്ള ഒരു മതേതര നിലപാടാണ് ഇന്ത്യയുടെ സെക്കുലറിസം എന്ന് പറയുന്നത്. എന്നാൽ പാശ്ചാത്യൻ സെക്കുലറിസത്തിന്റെ പ്രത്യേകത അത് മതകാര്യങ്ങളിൽ ഇടപെടും. മാനവിക മൂല്യമല്ല അല്ലെങ്കിൽ മാനുഷിക മൂല്യമില്ല എന്നവർക്ക് തോന്നുന്ന മതപരമായ കാര്യങ്ങളിൽ അവർ ഇടപെടും. അതിന്റെ പരിണിത ഫലമാണ് ഹിജാബ് എന്ന് പറയുന്നത് മാനുഷിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന പ്രമേയം പാസാക്കി ഹിജാബ് നിരോധിക്കാനുള്ള ബില്ലുകൾ പാസാക്കിയ ഫ്രാൻസ് പോലെ, ജർമ്മനി പോലെ, അതേപോലെ നെതർലൻഡ് പോലുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിൽ അത് അവർക്ക് തോന്നിയ നിലപാടുകൾ, അവർക്ക് മാനുഷിക മൂല്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അവരിടപെടും. എന്നാൽ ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രത്യേകത അവർക്ക് അത് നമുക്ക് വിശ്വസിക്കാനും അത് പ്രാവർത്തികമാക്കുവാനും അത് പറയുവാനും അത് പ്രബോധനം ചെയ്യുവാനും അവകാശവും അർഹതയും നമുക്ക് ലഭിക്കുന്ന ഒരു മതേതരത്വമാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത്. മറ്റു മതങ്ങളെ ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നിരോധിക്കണമെന്ന ബില്ലുകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പാസാക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യവും ബഹുമാനവും നൽകുന്ന ഒരു തത്വത്തിലൂടെയാണ് ഇന്ത്യൻ മതേതരത്വം മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ വർഗീയത എന്ന് പറയുന്നത്? ആളുകൾ അന്യായത്തിൽ പിന്തുണക്കലാണ് വർഗീയത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ഒരിക്കൽ ചോദിക്കുമ്പോൾ പ്രവാചകൻ അവർക്ക് നൽകുന്ന ഒരു മറുപടിയുണ്ട്. ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ, നീ നിന്റെ സഹോദരനെ സഹായിക്കണം. ഏത്? ളാലിമൻ ഔ മദ്ലൂമൻ, അവൻ അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെടുന്നവരാണെങ്കിലും നീ അവരെ സഹായിക്കണം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ്, പ്രവാചകരെ ഈ മദ്ലൂമിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി, ആക്രമിക്കപ്പെടുന്നവനെ സഹായിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ പ്രവാചകരെ, എങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെയാണ് അക്രമിയെ സഹായിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നീ അവന്റെ കൈ പിടിക്കലാണ് എന്ന് പറഞ്ഞാൽ അന്യായമായി ന്യായം ചെയ്യുമ്പോഴും അന്യായം ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ ന്യായത്തെ നാം അന്യായമായി കാണുകയും മറ്റുള്ളവർ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ അന്യായങ്ങളെ ന്യായമായി കാണുകയും ചെയ്യുന്ന സമീപനം, അതിനോട് മൗനം പാലിക്കുന്ന സമീപനം, അത് വർഗീയതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു. വർഗീയതയുടെ നിർവചനമാണത്. സ്വന്തം ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അതിന് ന്യായീകരിക്കലും മൗനം പാലിക്കലുമാണ് വർഗീയത എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നുണ്ട്, മൻ ഖുതില തഹ്ത റായത്തിൻ ഉമ്മിയ യദഉ അസബിയ ഔ യൻസുർ അസബിയ ഫഖതലതൻ ജാഹിലിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർഗീയതയെ നിർവചിക്കുകയാണ്. അന്യായത്തിന്റെ അതിന് കീഴിൽ കൊല്ലപ്പെടുന്നവർ, വർഗീയതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവർ, അവരെ സഹായിക്കുന്നവർ ജാഹിലിയത്തിന്റെ നിലപാടുകളാണ്, ഇസ്ലാമിന്റെ നിലപാടുകളല്ല. തങ്ങളുടെ ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുക, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ ശരി ചെയ്യുമ്പോൾ അത് അന്യായമാണ് എന്ന് പറയുക, അത്തരം നിലപാടുകൾ ഒരിക്കലും ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത നിയമമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അതിനെ കൃത്യമായി നിർവചിക്കുന്ന നമുക്കാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് തുടങ്ങി വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ വലാ യജ്രിമന്നകും ശരആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇദ്ലു, ഒരാളോട് നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളും. ഒരു ജനതയോട് നമുക്ക് അമർഷമുണ്ടെങ്കിൽ അവർ അന്യായം പ്രവർത്തിക്കാൻ അത് കാരണമായി തീരാൻ പാടില്ല. ഒരു വിശ്വാസിയുടെ നിലപാട് ഏത് സാഹചര്യത്തിലും ഏത് സാമൂഹിക ക്രമത്തിലും ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനമാണത്. വർഗീയ വിഭാഗീയ ചിന്തകളുടെ അടിവേറിറക്കുന്ന തത്വങ്ങളും സമീപനങ്ങളുമാണ് ഇസ്ലാം എക്കാലഘട്ടത്തിലും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സർവ്വ വിവേചനങ്ങൾക്കും എതിരാണ് ഇസ്ലാം. സർവ മാനവിക വിരുദ്ധമായ നിലപാടുകൾക്കും എതിരാണ്, വിരുദ്ധമാണ് ഇസ്ലാമിന്റെ നിലപാടുകൾ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ മനുഷ്യരെ കുറിച്ച് പറയുന്നത്, വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ, മുസ്ലിങ്ങളെ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്നല്ല, മനുഷ്യരെ, ആദമിന്റെ സന്തതികളായി പിറന്ന മനുഷ്യരെ മുഴുവൻ ഞാൻ ആദരിച്ചിരിക്കുന്നു. മനുഷ്യരോട് മുഴുവൻ ആദരവ് കാണിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള
ഒരു മനുഷ്യന്റെ ജോലിയുടെ പേരിൽ, അവന്റെ തൊലിയുടെ പേരിൽ, അവന്റെ നിറത്തിന്റെ പേരിൽ, അവൻ സംസാരിക്കുന്ന ഭാഷ നോക്കി, അവന്റെ ജോലിയുടെ പ്രൊഫൈൽ നോക്കി, അവന്റെ സാമ്പത്തികമായ അടിത്തറ നോക്കി മാറ്റി നിർത്തപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന, വിമർശിക്കപ്പെടുന്ന, ആക്ഷേപിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വിശ്വാസികൾക്കുണ്ടാകാൻ പാടില്ല എന്നത് വളരെ അനിവാര്യമായി ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. തൊലിക്കറുത്തതിന്റെ പേരിൽ ഞാൻ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു IAS ഉദ്യോഗം, ഒരു ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്ത മാസങ്ങൾക്കിപ്പുറമാണ് ഞാൻ നിങ്ങളുമൊക്കെ ഈ വർഗീയമായ ചേരിതിരിവുകളെയും വാർത്തകളെയും സംബന്ധിച്ച് സംസാരിക്കുന്നത്. ഒരു നാട്ടിൽ നിന്ന്, നമ്മൾ സംസാരിക്കുന്ന നാട്ടിൽ നിന്ന്. എന്നാൽ ഇസ്ലാം വർഗീയ ചേരിതിരിവുകൾക്ക് കാരണമാകുന്ന മതമാണ്. പാശ്ചാത്യൻ സെക്യുലറിസവും പാശ്ചാത്യൻ സമ്പ്രദായങ്ങളുമാണ് നല്ല നിലപാട് എന്ന് പറയുന്നവർക്ക് മുന്നിൽ എബ്രഹാം ലിങ്കൻ മുതൽ ബറാക് ഒബാമ വരെ ഭരിച്ച അമേരിക്കൻ ഐക്യനാടുകളുടെ തെരുവോരങ്ങളിൽ നിന്നുകൊണ്ടാണ് തൊലിക്കറുത്തുപോയതിന്റെ പേരിൽ എനിക്ക് ശ്വാസം മുട്ടുന്നുവെന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നത്. വെള്ളപ്പട്ടാളക്കാരന്റെ ബൂട്ടിനടിയിൽ ശ്വാസം മുട്ടി മരിച്ച ജോർജ് ഫ്ലോയിഡിനെ പോലുള്ള 10,000 ജീവിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെയും പാശ്ചാത്യൻ സെക്യുലറിസത്തിന്റെയും അനുയായികളായി നിന്നുകൊണ്ടാണ് ഇസ്ലാം ആക്ഷേപിക്കപ്പെടുന്ന, വർഗീയമായി ചേർന്നിരിക്കുന്ന, വർഗീയ ചിന്താഗതികൾ ഉണ്ടാക്കുന്ന മതമാണ് എന്നിവർ പരിഹസിക്കുന്നതും ആക്ഷേപിക്കുന്നതും. എന്നാൽ ഇസ്ലാമിന്റെ പ്രത്യേകത, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ കയറി വരുന്നുണ്ട്. അയാൾ പ്രവാചകന്റെ വാതിൽ മുട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാതിൽ തുറക്കുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ പേര് ബിലാൽ ഇബ്നു റബാഹ് എന്നാണ്. പ്രവാചകരെ, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ വന്നതാ. എന്റെ ആളുകൾ, എന്റെ യജമാനന്മാർ എന്നെ ഉപദ്രവിക്കുന്നു. ഞാൻ അള്ളാഹുവിന്റെ മതം സ്വീകരിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നു. പ്രവാചകന്റെ നെഞ്ചിന്റെ ചൂടേറ്റ് കിടക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലക്കയ ബിലാൽ, എന്തു പറ്റി? പ്രവാചകരെ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചതിനു ശേഷം ഉമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ ആ ഉമ്മ എന്നെ മാറോട് ചേർത്തതിനു ശേഷം എന്നെ ഒരു മനുഷ്യൻ ചേർത്ത് പിടിക്കുന്നത് പ്രവാചകരെ താങ്കളാണ്. എന്റെ നിറത്തിന്റെ പേരിൽ എന്നെ എല്ലാവരും മാറ്റി നിർത്തുന്നു, എന്നെ ഒഴിവാക്കുന്നു, എന്നെ ആക്ഷേപിക്കുന്നു. മുഹമ്മദ് നബിയെ മനുഷ്യത്വത്തിന്റെ വില നൽകി അങ്ങനെ ചേർത്ത് പിടിച്ചുവെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഈ ഇസ്ലാമിക നിലപാടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇസ്ലാം വർഗീയതയുടെയും മനുഷ്യരെ മനുഷ്യരായി കാണാത്ത സംഹിതയാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആക്ഷേപികളുടെ കൂടെയല്ല നമ്മൾ നിൽക്കേണ്ടത്. നമ്മുടെ മതത്തിന്റെ നിലപാടുകളിൽ അതിൽ അഭിമാനബോധമുള്ളവരായി നാം മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ഒരിക്കൽ പരാതിയുമായി ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹും അബൂദർ റളിയല്ലാഹു അൻഹും തമ്മിൽ ചെറിയൊരു പ്രയാസമുണ്ടായി. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഇബ്ന സൗദാ, കറുത്തവളുടെ മകനെ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു പരാതിയുമായി വന്നു. അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്നെ അബൂദർ പരിഹസിച്ചു. എന്റെ നിറത്തിന്റെ പേരിൽ, എന്റെ നിറം കറുത്തതായ എന്നതിന്റെ പേരിൽ കറുത്തവളുടെ മകനെ എന്ന് അബൂദർ ആക്ഷേപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ ഗിഫാരിയെ വിളിക്കുന്നു. അബൂദർ, നീ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കറുത്തവളുടെ മകനെ എന്ന് ആക്ഷേപിച്ചോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദറെ, അഅയ്യർതഹു ബിഉമ്മിഹി ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ, നിന്റെ ഹൃദയത്തിൽ ജാഹിലിയത്തിന്റെ വൃത്തികേടുകൾ നീങ്ങിപ്പോയിട്ടില്ലല്ലേ എന്ന് അബൂദർ ഗിഫാരിയോട് ബിലാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. അബൂദറിന് വല്ലാതെ വിറച്ചുപോയ അദ്ദേഹം പ്രവാചകന്റെ മുന്നിൽ നിന്ന് ബിലാൽ റളിയല്ലാഹുവിന്റെ മുന്നിലേക്ക് അബൂദർ ഓടുന്നു. ബിലാൽ റളിയല്ലാഹുവിന്റെ മുന്നിലെത്തി അബൂദർ റളിയല്ലാഹു അൻഹു തന്റെ കവിൾ ആ മരുഭൂമിയോട് ചേർത്ത് നിർത്തുന്നു. ബിലാൽ, എന്റെ മുഖത്തെ ഈ മണ്ണിലേക്കൊന്ന് ചവിട്ടി അരക്കുക, എന്റെ മനസ്സൊന്ന് വൃത്തിയാകട്ടെ എന്ന് അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു. ഇതാണ് ഇസ്ലാം. ഈ ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തെ ഏത് മാനവികതക്ക് മുകളിൽ നിൽക്കുന്ന ആശയത്തിന്റെ പേരാണ്. നമുക്ക് അഭിമാനബോധം ഉണ്ടാകണം, നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകണം. എന്റെ മതം എന്ന് പറയുന്നത്, എന്റെ ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തെ ഏത് ഉച്ചനീചത്വങ്ങൾക്കും ഏത് വൃത്തികേടുകൾക്കും മനുഷ്യരെ പരിഗണിക്കാത്ത സംഹിതകൾക്കും തത്വശാസ്ത്രങ്ങൾക്കും എതിരാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ആത്മവിശ്വാസം ഉണ്ടാകണം. അള്ളാഹു അത്തരത്തിലുള്ള മതവിശ്വാസികളായി നമ്മെ നിലനിർത്തുമാറാകട്ടെ. അങ്ങനെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വലാകിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനസ്സല്ലി വനസ്സല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ,
കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കണം എന്ന് രണ്ടാമതായും അത് അർഹിക്കുന്ന വിധത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. ഇസ്ലാമിന്റെ മാനവിക മൂല്യങ്ങളെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മോശം ഒരു സദസ്സിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഏറ്റവും മോശപ്പെട്ട സദ്യ ഏതാണ് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി ശർറു തുആമി തുആമുൽ വലീമ യുദ്ആ ലഹാ അൽ അഅലിയാ വയുത്രകുൽ ഫുഖറാ. നീ ഒരുക്കുന്ന ഭക്ഷണത്തിൽ നിറത്തിന്റെ, സമ്പത്തിന്റെ, ജോലിയുടെ, തൊഴിലിന്റെ പേരിൽ മാത്രം മാറ്റി നിർത്തപ്പെടുന്ന പാവപ്പെട്ടവരുണ്ടാകുന്ന സദ്യയാണ് നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം എന്ന് റസൂലുള്ള പറയുന്നു. മനുഷ്യർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ പാടില്ല, അവർക്കിടയിൽ ഒരു മാറ്റി നിർത്തൽപ്പെടലും ഉണ്ടാകാൻ പാടില്ല എന്ന ആശയമാണ് ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. മദീനയിൽ ഒരിക്കൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നം എന്ന് പറയുന്നത് മദീനയിലെ ഒരു നല്ല ഗോത്രത്തിൽപ്പെട്ട, ഉന്നത ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷ്ടിച്ചു. കൈമുറിക്കുന്നത് ആളുകൾക്ക് വല്ലാത്തൊരു ക്ഷീണമായ ഗോത്രക്കാർക്ക്. അവർ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പ്രവാചകനോട് നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി ഈ കാര്യത്തെക്കുറിച്ച് പതുക്കൊന്നുണർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. പ്രവാചകന് വലിയ ദേഷ്യമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളി മിമ്പറിൽ അന്ന് നടത്തിയ ഒരു സംസാരം ഹദീസുകളിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. ഇന്നമാ അഹ്ലകൽ ലദീന ഖബലകും, നിങ്ങളുടെ മുൻഗാമികൾ നശിപ്പിക്കപ്പെടാനുണ്ടായ കാരണം അന്നഹും കാനൂ ഇദാ സറക ഫീഹിമുശ് ശരീഫ് തറകൂ, നിങ്ങളുടെ കൂട്ടത്തിലെ മാന്യന്മാർ, ഉന്നതർ, അവരൊരു തെറ്റ് ചെയ്താൽ അവർ ഉപേക്ഷിക്കപ്പെടുകയും ആരുമില്ലാത്ത, ചോദിക്കാനും പറയാനും ആളില്ലാത്ത പാവപ്പെട്ടവർ അവരുടെ ഭാഗത്തുനിന്നൊരു അബദ്ധം ഉണ്ടാകുമ്പോൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിങ്ങളുടെ മുൻഗാമികൾ നശിപ്പിക്കപ്പെടാനുണ്ടായ കാരണം. അതൊരിക്കലും നിങ്ങൾക്ക് ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് സ്വഹാബികളെ ഉണർത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കണ്ട. ആ ഹദീസ് അവസാനിപ്പിക്കുന്ന വാചകം ഇങ്ങനെയാണ്, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ, മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ ആ ഫാത്തിമയുടെ കൈമുറിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാം ബുഖാരിയുടെ ഹദീസ് അവസാനിക്കുന്നത്. അത് ഇസ്ലാമിന്റെ നിലപാടാണ്. അതുകൊണ്ട് ഇസ്ലാം എന്താണ്, അതിന്റെ മൂല്യങ്ങൾ എന്താണ്, നന്മ എന്താണ്, അത് ഉൾക്കൊണ്ട് ആത്മവിശ്വാസമുള്ള മുസ്ലിങ്ങളായി നാം മാറണം. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രവാചകന്റെ അടുക്കൽ ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, ഞാന് എന്റെ ഒട്ടകത്തെ ഇതാ ഇവിടെ വിടുന്നു, അതിനെ കെട്ടിയിടുന്നില്ല, എന്നിട്ട് ഞാൻ തവക്കുലാക്കിക്കോട്ടെ, ഞാൻ പടച്ചോനിൽ ബരമേൽപ്പിച്ചോട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ചെയ്യാൻ പാടില്ല, നീ കെട്ടിയിടണം, എന്നിട്ട് നീ തവക്കുലാക്കണം. ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് നീ പടച്ചോനെ ഏൽപ്പിക്കണം. നമ്മളിങ്ങനെ കാറിന്റെ ഉള്ളില് ചാവി വെച്ച്, വാഹനത്തിനുള്ളിൽ അതിന്റെ താക്കോൽ വെച്ച്, വീട് പൂട്ടാതെ പുറത്തുപോയി ഒക്കെ ഞാൻ പടച്ചോനെ ഏൽപ്പിച്ചു, അങ്ങനെ ഒരു സമീപനം ഇസ്ലാമിലില്ല. നമ്മൾ ചെയ്യേണ്ട പണി ചെയ്ത് ഞാൻ പടച്ചോനെ ഏൽപ്പിക്കുന്നു എന്ന് പറയാനാണ് ഇസ്ലാം. ഇന്ത്യയുടെ ഒരു പ്രത്യേകത, ഇന്ത്യയിലെ മനുഷ്യരുടെ ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് അവന്റെ വോട്ടവകാശവും പൗരത്വവുമാണ്. അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും SIR നടപ്പിലാക്കാനുള്ള തീരുമാനങ്ങൾ വന്നു. അടുത്ത ആഴ്ചകൾ മുതൽ BLOമാർ വീടുകളിലൊക്കെ സന്ദർശിക്കാൻ നിൽക്കുന്നു. 2002 വോട്ടർ പട്ടികയിൽ പരിഗണിച്ചുകൊണ്ടാണ് SIR നടപ്പിലാക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ 60 ലക്ഷത്തിലധികം വോട്ടർമാർ, വോട്ട് ചെയ്ത ആളുകൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ വോട്ട് ചെയ്ത ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നു. ആ സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ അത് പരിഹരിക്കാനും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുമുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ തിരിച്ചറിയൽ രേഖകൾ 12 കാര്യങ്ങൾ തിരിച്ചറിയൽ രേഖകളായി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അതുണ്ട് എന്ന്, അതിലേതെങ്കിലും ഒന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് പ്രവാസികൾ, വിദ്യാർത്ഥികൾ, മുതിർന്ന പൗരന്മാർ, അത്തരം ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും കുടുംബനാഥന്മാർ തങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അതുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. തങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകളെ അതിൽ ബോധവൽക്കരിക്കണം. ഇതൊന്നും ചെയ്യാതെ നമ്മൾ തവക്കുലാക്കുന്നത് കൊണ്ടോ പരാതി പറയുന്നത് കൊണ്ടോ ഒരു പരിഹാരം അതിലുണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ തവക്കുലാക്കേണ്ടതും ആ പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കേണ്ടതും. അക്കാര്യം SIRമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നത് എന്റെ സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ. അള്ളാഹു അത്തരം ആളുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാ പ്രയാസങ്ങളും മാറ്റി അവർക്ക് അനുഗ്രഹം നൽകുന്ന